വെൽക്കം ടു കൗള കിച്ചൺ മാജിക് സീസൺ 3. കൗള കിച്ചൺ മാജിക് സീസൺ 3യിലേക്ക് സ്വാഗതം. എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്ന റൗണ്ടാണ് പുഡിംഗ് റൗണ്ട്. കാര്യം നമ്മുടെ കേരളത്തിലെ വീട്ടമ്മമാർക്കെല്ലാം തന്നെ പലതരം ഡിസേർട്ട്സ് ഉണ്ടാക്കാൻ അറിയാം. മാത്രമല്ല പുതിയ പുതിയ റെസിപ്പീസ് ഫോളോ ചെയ്യാനും ഇഷ്ടമാണ്. എത്ര ഡിസേർട്ട്സ് കണ്ടാലും മതിയാവില്ല. ശരിക്കും നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. എത്ര തരം ഡിസേർട്ട്സ് ഉണ്ടാക്കിയാലും മതിയാകാറില്ല. അതേസമയം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ്, ഡിസേർട്ട്സ് എന്ന് പറഞ്ഞാൽ പുഡിംഗ് ഐറ്റംസ് ഒക്കെ കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. ഐസ്ക്രീംസ് ജനറലി ഇഷ്ടമാണ്, അതിനോടൊപ്പം തന്നെ പുഡിങ്സ് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ കിച്ചൺ മാജിക്കിലെ എല്ലാ സീസണിലും പുഡിംഗ് റൗണ്ട് എന്ന് പറഞ്ഞൊരു റൗണ്ട് തന്നെ ഉണ്ടാകാറുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തമായ പലതരം പുഡിങ്സും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്തരം ഒരു റൗണ്ടാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കാണുക, ആസ്വദിക്കുക. അങ്ങനെ വ്യത്യസ്തമായ പലതരം പുഡിങ്സുമായിട്ട് നമ്മളുടെ മത്സരാർത്ഥികൾ റെഡിയായി നിൽക്കുവാണ്. വിൽ കോൾ ദം. ഓക്കെ, വിളിച്ചോളാം. പുഡിംഗ് ആരെ ആദ്യം വിളിക്കാം? അശ്വതിയെ വിളിക്കാം. അശ്വതി വരും. അശ്വതി എന്ത് പുഡിംഗാണ്? ക്രസ്റ്റ് ആപ്പിൾ കംപോട്ടെ കേർഡ് പുഡിംഗ്. ആപ്പിൾ കംപോട്ടെ കേർഡ് പുഡിംഗ്. അപ്പോൾ പല പല ഫ്ലേവേഴ്സ് ഇതിൽ കിട്ടും. എന്തൊക്കെ കിട്ടും? കാഷ്യൂവിൻ്റെ ക്രസ്റ്റ്, പിന്നെ ഒരു കേർഡ് പുഡിങ്ങിൻ്റെ ഇത്, പിന്നെ ആപ്പിൾ, പിന്നെ മുകളിൽ വിപ്പിംഗ് ക്രീം ഫോൾഡഡ് ഇൻ ലെമൺ. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഒരു ചെറിയൊരു എന്താ പറയുക, സാർ ടേസ്റ്റിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ? അത് ക്രംപിൾ, അത് ആൽമണ്ട്സോ? ആൽമണ്ട്സ്. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അശ്വതി എങ്ങനെയാണ് ഈ പുഡിങ് തയ്യാറാക്കിയത് കാണാം. ഹായ്, നമ്മളുടെ പുഡിംഗ് റൗണ്ടാണ്. അതിൽ നമുക്ക് തന്നിരിക്കുന്നത് എന്ത് പുഡിംഗ് വേണമെങ്കിലും വിത്തിൻ ഹാഫ് ആൻ അവർ ചെയ്യാനാണ്. അതിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ക്രസ്റ്റ് ആപ്പിൾ കംപോട്ടെ പുഡിംഗ് ആണ്. അതിന് കംപോട്ടെ എന്ന് പറഞ്ഞാൽ സംതിങ് ഫ്രൂട്ട് ദാറ്റ് ഇസ് കുക്ക്ഡ് ഇൻ സിറപ്പ്. അതിൽ ഞാൻ ആപ്പിളാണ് കുക്ക് ചെയ്തിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്, ആപ്പിൾ കംപോട്ടെ. അതിൻ്റെ ക്രസ്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കാഷ്യൂനട്ടിൻ്റെ ഒരു ക്രസ്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് കാഷ്യൂനട്ടിൻ്റെ ക്രസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് കാഷ്യൂ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് കാഷ്യൂ ക്രസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് കാഷ്യൂ, അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തത്, നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന ബട്ടർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം.
ടേബിൾ സ്പൂൺ പഞ്ചസാര, നമ്മളുടെ ക്രസ്റ്റിന് വേണ്ടിയിട്ട് ബട്ടർ ഇട്ട ഒരു ബൗളിലേക്ക് നമ്മളുടെ കാഷ്യൂ നട്ട്സ് ഇട്ടിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കണം ഒരു 10 മിനിറ്റ്. നമുക്കിതൊരു 180 ഡിഗ്രി പ്രീ ഹീറ്റഡ് ഓവനിൽ ഒരു 10 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് നമ്മുടെ കമ്പോട്ട് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആപ്പിൾ ഒന്ന് പീൽ ചെയ്തെടുക്കാം. ഒരു 4 ആപ്പിൾ പീൽ ചെയ്തെടുക്കാം. 4 to 5 ആപ്പിൾസ്. നമുക്ക് പീൽ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കുറച്ചൊന്ന് കടിക്കാനും വേണം, ക്രഞ്ച് ചെയ്ത് കിട്ടും വേണം. നമുക്കത് ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിളിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാണ്. ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് ക്രംപിളിന് വേണ്ടിയിട്ടുള്ള കാഷ്യൂസ് റെഡി ആയിട്ടുണ്ട്. ക്രസ്റ്റിന് വേണ്ടിയിട്ടുള്ളത് നമുക്കിനി അത് പുറത്തെടുക്കാം. ിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ആവശ്യം മധുരാനുസരണം മതി. ആപ്പിൾ നല്ല മധുരമുണ്ട്, അപ്പോൾ നമുക്ക് കുറച്ച് മധുരം മതി. നമുക്കിത് സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കേർഡ് പുഡിങ്ങിന്, അതായത് നമ്മളൊരു ബേസ് കേർഡാണ്, അതിന് വേണ്ടിയിട്ടുള്ള കേർഡ് പുഡിങ് റെഡിയാക്കാം. നമ്മൾ ഓവനിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് അത് ചെയ്യുന്നത്. അതിന് വേണ്ടി ഒരു ബൗളിൽ കുറച്ച് വെള്ളം ഒഴിച്ച് എന്താണ് ക്രസ്റ്റ് ആപ്പിൾ കമ്പോട്ടെ പുഡിംഗ്. ക്രസ്റ്റ് ആപ്പിൾ കമ്പോട്ടെ പുഡിംഗ്. കമ്പോട്ടി ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ആപ്പിൾ വരുന്നുണ്ട്, ബേസ് കാഷ്യൂനട്ട് ബേസ്. കാഷ്യൂനട്ടും ഷുഗറും കൂടെ ജസ്റ്റ് ഒരു ബേസ്, ബിസ്ക്കറ്റും മാറ്റി, പിന്നെ ഒരു കേർഡ് പുഡിങ്ങിൻ്റെ ഒരു ബേസും, പിന്നെ ആപ്പിളിൻ്റെ ഒരു ബേസ്, പിന്നെ ഒരു ലെമൺ കേർഡ് ബിഗ്രീനിൽ ഫോൾഡ് ചെയ്തു. അത് ലാസ്റ്റ്. ഇതിലേക്ക് ഒരു ഫ്രഷ് കേർഡ്, നമ്മൾ പുളി ഇല്ലാത്ത കട്ട തൈര് ഒഴിച്ചിട്ടുണ്ട്, ഒരു ടിൻ. അതിലേക്ക് ഒരു ടിൻ മിൽക്ക് മെയ്ഡ് ഒഴിക്കണം. നമുക്ക് ഇതൊന്ന് ഒരു ബേക്കിംഗ് ട്രേയിൽ നമ്മളെ കേർഡ് പുഡിങ്ങിൻ്റെ ബേസ് റെഡിയായി. നമുക്കിതൊരു ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ കേർഡ് പുഡിങ്ങിൻ്റെ ബേസ് ഞാൻ ഒരു ടിന്ന് കേർഡിന് ഒരു ടിൻ മിൽക്ക് മെയ്ഡ് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതും പിന്നെ നമ്മളുടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം ഒരു 10 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ. ആപ്പിൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. മധുരം കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്യണം. നമുക്കൊരു ലെയറിനൊരു കളർ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് റെഡ് കളർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ആപ്പിൾ ആപ്പിൾ ഒരു 2-3 മിനിറ്റ്സും കൂടെ കുക്ക് ചെയ്തെടുക്കണം.
നമുക്കൊരു 2 ടീസ്പൂൺ ജലാറ്റിൻ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. ഈ ആപ്പിളിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ജലാറ്റിൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മളുടെ ഏറ്റവും മുകളിലത്തെ ലെയറായ ലെമൺ കേർഡ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ലെമൺ കേർഡ് ഉണ്ടാക്കി അത് നമ്മൾ വിപ്പിംഗ് ക്രീമിൽ ഫോൾഡ് ചെയ്തിട്ടാണ് ഏറ്റവും ലാസ്റ്റ് ലെയർ നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു നാരങ്ങയുടെ നീര്, ഒരു നാരങ്ങയുടെ സെസ്റ്റ്, റിൻഡ്, നമ്മളുടെ നാരങ്ങയുടെ റിൻഡ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യണം. നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ലെമൺ കേർഡിന് വേണ്ടുന്ന മുട്ട, പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ ബട്ടർ, ഒരു നാരങ്ങയുടെ നീരും കുറച്ച് ലെമൺ റിൻഡും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഡബിൾ ബോയിലറിൽ വെച്ചിട്ടൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. നമ്മുടെ ലെമൺ കേർഡ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി ഒന്ന് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കണം. വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് വിപ്പിംഗ് ക്രീമിൽ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടത്. നമ്മുടെ ലെമൺ കേർഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ചൊരു ആൽമണ്ട് ക്രംബിൾസ് ഉണ്ടാക്കാം. അതിന് വേണ്ടി കുറച്ച് ആൽമണ്ട് പൊടിച്ചത്, കുറച്ച് മൈദപ്പൊടി, കുറച്ച് ഐസിങ് ഷുഗർ, ബട്ടർ ഇട്ടിട്ട് പുട്ടിനെ കുഴയ്ക്കുന്ന പോലെ നനച്ചെടുക്കണം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലെമൺ കേർഡ് നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീമിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കണം. നല്ല പാനിലൊന്ന് ബട്ടർ തൂവി ബേസിന് വേണ്ടിയിട്ട് നട്ട്സിൻ്റെ ലെയർ സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് കേർഡ് പുഡിങ്ങിൻ്റെ ഒരു ലെയർ ഇതിൽ വരും. മുകളിലായിട്ട് നമ്മളുടെ ആപ്പിൾ ഒന്ന് ഇടാം. ഇനി അടുത്ത് നമ്മളുടെ ആപ്പിൾ ലെയർ ഇട്ട് വെക്കാം, സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മളുടെ നേരത്തെ വിപ്പിംഗ് ക്രീമിൽ ഫോൾഡ് ചെയ്ത ലെമൺ കേർഡ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ നമ്മളുടെ ബദാം ക്രംബിൾ നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ചൊന്ന് ഇട്ട് എൻ്റെ ക്രസ്റ്റ് ആപ്പിൾ കംപോട്ടെ പുഡിംഗ് വിത്ത് ലെമൺ കർഡ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ക്രഞ്ചി ആപ്പിളും കുറച്ചൊരു ബിറ്റർ ടേസ്റ്റുള്ള പുഡിംഗ് ആണ്. അത് നമ്മളത് റെഡി ആയിട്ടുണ്ട്.
നമുക്ക് ഇനി പ്രസൻറ്റ് ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ബാക്കി ജഡ്ജസിൻ്റെ ഓക്കെ, പല പല ലെയേഴ്സ്. ഇത് കളറാണ് അല്ലേ? അത് കളർ. ഏതെങ്കിലും പോർഷനിൽ നിന്ന് എടുക്കണം എന്നുണ്ടോ? കുറച്ച് അകത്ത് ഒന്ന്, പ്രിഫറബിളി ഇച്ചിരി അകത്ത് അല്ലേ? ടുവേർഡ്സ് എല്ലാ ലെയറും വരുമല്ലോ അല്ലേ? കുഴപ്പമില്ല. ഒരു പരാതിയുണ്ട്, ഈ പുഡിങ്സിൽ ഇങ്ങനെ കളേഴ്സ് ചെയ്യാതിരിക്കുക, മനസ്സിലായല്ലോ? ഡെക്കറേറ്റ് ചെയ്യാൻ മാത്രമേ യൂസ് ചെയ്യും. ഈവൻ ഡെക്കറേഷൻ ചെയ്യുന്ന സാധനങ്ങൾ എഡിബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ ഈ വെച്ചിരിക്കുന്ന സാധനത്തിൽ മുഴുവൻ കളർ ഇസ് ഓൾവേസ് നോട്ട് ഗുഡ്. ഉള്ളില്ലാത്ത സാധനമാണ്. പിന്നെ ഈവൻ നമ്മൾ കുക്ക് ചെയ്യുന്ന സാധനമാണെങ്കിൽ പിന്നെയും പോട്ടെ, നമ്മൾ ഫ്രൈ ചെയ്യണോ അല്ലെങ്കിൽ ബോയിൽ ചെയ്യണോ, അതിലൊരു തുള്ളി ഇട്ടാൽ അതിൽ കുറയെങ്കിലും. ഇതിപ്പോൾ റോ ആണ്. നമ്മളിത് എടുത്ത് വായിൽ വെച്ചാൽ ആ കളർ ഡയറക്റ്റ്, ആരെങ്കിലും കളർ ഡയറക്റ്റ് നാക്കിലെടുത്ത് വെക്കും പൗഡർ? ഇല്ലല്ലോ അല്ലേ? ഇപ്പോൾ ചില്ലി റെഡ് ആണെങ്കിൽ അത് മഹാമോശമല്ലേ? അത് ഒന്നാമത് ഭയങ്കര ഹെൽത്ത് ഹസാർഡസ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇറ്റ് ഈസ് വിത്ത് സംതിങ് കുക്ക്ഡ്. ഇപ്പോൾ കളർ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ബാറ്റർ ഉണ്ടാക്കുമ്പോൾ ചേർത്തിട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ അത് വറുത്ത് കിട്ടിയാൽ അത് ഡയറക്റ്റായിട്ട് നമ്മൾക്ക് വരുന്നില്ലല്ലോ അത്രത്തോളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തത്. പക്ഷേ ഇത് ഡയറക്റ്റാണ്. ഞാൻ നെറ്റിൽ കണ്ടപ്പോൾ അത് അങ്ങനെ ചെയ്യരുത്. അതുപോലെ ഇപ്പോൾ അകത്ത് ആപ്പിളിലും ചേർത്തിട്ടുണ്ട് കളർ. അത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്, മനസ്സിലായി? കളേഴ്സ് വേണ്ട എന്നുള്ളതാണ് അഭിപ്രായം. പക്ഷേ പുഡിംഗ് ആസിഡ് കൊള്ളാം. ഓക്കെ.